മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 77. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല വിചാരമുണ്ടോ? പങ്കുവിൻ്റെ ഇരിപ്പും സംസാരവും കരച്ചിലും എല്ലാം കണ്ടപ്പോഴേക്കും നാരായണിയമ്മയും മടുത്തിരുന്നു. അവൻ്റെ കണ്ണുനീര് കാണാനും വയ്യ, സഹനയൊട്ട് മേലേടത്തെ മരുമകളായിട്ട് അംഗീകരിക്കാനും പറ്റില്ല എന്നൊരവസ്ഥയിലായിരുന്നു അവരപ്പോൾ. ഉണ്ട്, നല്ലോണം ചിന്തിച്ചു തന്നെയാണ് പറഞ്ഞത്. ഇനി അച്ചമ്മയ്ക്ക് തീരുമാനിക്കാം സഹർ ഇവിടെ തുടരണോ വേണ്ടേ എന്ന്. തൻ്റെ നിറഞ്ഞു തൂവാറായ കണ്ണുകളെ അമർത്തി തുടച്ചുകൊണ്ട് അവൻ മെല്ലെ അവരുടെ കാൽക്കീഴിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മെല്ലെ സഹറിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. പങ്കു, നിനക്കെന്താ പ്രാന്താണോടാ? ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത മനുഷ്യരുടെ മുൻപിൽ കരഞ്ഞു കാണിക്കാൻ നിനക്ക് നാണോ ഇല്ലേ? ഒന്നുമില്ലേലും നീ ഒരു ആൺകുട്ടിയല്ലേടാ. ചിക്കൻ്റെ സങ്കടം നിറഞ്ഞ മുഖം കണ്ടതും ചുമ്മുവിന് തൻ്റെ ദേഷ്യം പിടിച്ചു വെക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. അവൾ അവൻ്റെ കയ്യിൽ ഊക്കോടെ ഒരെണ്ണം കൊടുത്തു. ഇത്രയൊക്കെ ഒരാളെ കരയിച്ചിട്ടും സങ്കടപ്പെടുത്തിയിട്ടും ഒക്കെ അമ്പൊറ്റിയമ്മ ആരെ ജയിക്കാനാ പോകുന്നേ? ഒരാളെ വേദനിപ്പിച്ചിട്ട് നിർബന്ധിച്ചൊരു പണി ചെയ്യിപ്പിക്കുമ്പോൾ അത് അയാളുടെ ജീവിതമാണെന്ന് കൂടി ഓർത്താ നന്ന്. മേലേടത്തെ അന്തസ്സിന് ചേർന്നവളല്ല ഇവളെങ്കിൽ ഞാനും അല്ല. അവളെ ഇറക്കി വിട്ടാൽ ഇവിടെ കൂടെ ഞാനും ഇറങ്ങിപ്പോവും. ഈ തറവാടിൻ്റെ അന്തസ് ഒട്ടും കുറയ്ക്കണ്ട, കെട്ടിപ്പൂട്ടി വെച്ചോണ്ടിരുന്നു. ചെക്കൻ്റെ കണ്ണുനീർ പെണ്ണിനെ അത്രമേൽ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖം നോക്കാതെയാണ് അവൾ പ്രതികരിച്ചതും. ചുമ്മുവിൻ്റെ പ്രസ്താവനയിൽ നാരായണിയമ്മ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. സഹറിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ അവളും പോകുമെന്ന്. അപ്പോൾ ഞങ്ങളാരും അവൾക്ക് ആരുമല്ലേ? ഈ വീടിൻ്റെ ഭാഗ്യമെന്ന് കരുതിയല്ലേ അവളെ തങ്ങൾ കൊണ്ടു നടക്കുന്നേ? ആറ്റുനോറ്റ് ഈ വീടിന് കിട്ടിയ പുണ്യം. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഇഷ്ടം പോലും നോക്കാതെ മുറച്ചെറുക്കന്മാരിൽ ഒരാളെ കെട്ടാൻ താൻ ആവശ്യപ്പെട്ടത് പോലും. ഈ നിമിഷം പോലും ഈ പെണ്ണിനെ പിരിഞ്ഞിരിക്കാൻ ഇവിടെയുള്ളവർക്ക് പറ്റില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊരു കടുത്ത തീരുമാനം താൻ എടുത്തത് പോലും. അവളാണ് എങ്ങു നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്നത്. തനിക്കിത് സഹിക്കാൻ പറ്റുമോ? അവളുടെ അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റുമോ? നാരായണിയമ്മയുടെ കണ്ണുകളിൽ ആദ്യമായിട്ട് നീര് പൊടിഞ്ഞു. എന്ന് എപ്പോഴും എല്ലാവരെയും ശാസിച്ചും അധികാരം കാട്ടിയും ചേർത്ത് പിടിച്ചുമൊക്കെ മുന്നോട്ട് നയിച്ചവർ ആദ്യമായി തൻ്റെ കൊച്ചുമകളുടെ മുൻപിൽ അടിപതറിയിരുന്നു. അമ്മേ. അപ്പോഴേക്കും മായയും സാവിത്രിയും കൂടി അവരുടെ പക്കലേക്ക് ചെന്നിരുന്നു. ഇനി നിങ്ങൾക്കും എന്തേലും പറയാനുണ്ടോ? നാരായണിയമ്മ ഈർഷ്യയോടെ തിരക്കി. കാരണം ചുമ്മുവിൻ്റെ പ്രവൃത്തി കൊണ്ടുള്ള സങ്കടം അവരെ ദേഷ്യത്തിലേക്ക് നയിച്ചിരുന്നു. അമ്മേ, അത് പിന്നെ അവൻ അത്ര ഇഷ്ടപ്പെട്ടു പോയതല്ലേ, എന്തിനാ വെറുതെ? സ്വന്തം മകൻ്റെ സങ്കടത്തിൽ മായയും വല്ലാണ്ടായി പോയിരുന്നു. മോന് ജയ് വിളിക്കാൻ വന്നതാണോ നീയ്? അവർ കലിപ്പോടെ അവരെ നോക്കി. അതോടെ മായ നിശബ്ദയായി. എങ്കിലും അവരുടെ നിറഞ്ഞ കണ്ണുകൾ പങ്കുവിനും സഹറിനും വേണ്ടി ഒഴുക്കിക്കൊണ്ടിരുന്നു. അമ്മേ, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കരുതോ? പിള്ളേരുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. അവനിങ്ങനെ ഒരാളുടെ മുമ്പിലിരുന്ന് കാല് പിടിച്ച് കരഞ്ഞ് കാണുന്ന അമ്മ ഇപ്പോഴും കണ്ടിട്ടുണ്ടോ? പങ്കുവിനവളെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ? സാവിത്രിയും പങ്കുവിൻ്റെ ഭാഗത്തെ അനുകൂലിച്ചു. ഓ, ഇതിപ്പോൾ എല്ലാവരും എനിക്കെതിരാണല്ലോ. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നാരായണിയമ്മ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് എല്ലാവരെയും ഒരു വട്ടം കൂടി നോക്കിയിട്ട് സ്വന്തം മുറിയിലേക്ക് നടന്നു. ആദ്യമായി ഒരാളുടെ മുൻപിൽ തോറ്റുപോയതിൻ്റെ സങ്കടവും ദേഷ്യവും. അമ്പുറ്റിയമ്മ ശരിക്കും സമ്മതിച്ചോ? അവർ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി മനസ്സിലിട്ട് പഠിച്ചിട്ടും ചുമ്മുവിന് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. സമ്മതിച്ചതുകൊണ്ടല്ലേടി അമ്മയൊന്നും പറയാതെ പോയത്. സാവിത്രി സന്തോഷം കൊണ്ട് ഇത്തിരി ഉച്ചത്തിൽ തന്നെ ചിരിച്ചു. ഹോ, എന്നാലും അമ്മ ഇങ്ങനെ മാറൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോഴേക്കും മായ ചെന്ന് സഹറിനെ ചേർത്ത് പിടിച്ചിരുന്നു. സങ്കടം കൊണ്ടും അപമാനം കൊണ്ടും ആകെ തളർന്നു പോയവൾ മായയുടെ തോളിലേക്ക് ചാരി നിന്നുകൊണ്ട് കണ്ണുനീര് വാർത്തു. വാ മോളെ, മുറിയിലേക്ക് പോകാം. ഒന്ന് ചെന്ന് ഫ്രഷായിട്ട് വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. സാവിത്രിയും കൂടി അങ്ങോട്ടേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചതും സഹറിൻ്റെ ഏങ്ങലടി ഒന്നും കൂടി ഉച്ചത്തിലായി. മായയും സാവിത്രിയും കൂടി സഹറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു പോകുന്നത്
പങ്കുവും ചിമ്മുവും കണ്ണനും കൂടി ഒട്ടൊരു സന്തോഷത്തോടെ നോക്കിയിരുന്നു. എടാ പങ്കു. അവർ പോയെന്ന് ഉറപ്പായതും പെണ്ണ് ചെന്ന് പങ്കുവിനെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കി. എടി മാറടി അങ്ങോട്ട്. അവൻ കളിയോടെ ചുമ്മുവിനെ തള്ളി മാറ്റി. നിറഞ്ഞ കണ്ണുകൾ ഷർട്ടിൻ്റെ തോൾഭാഗത്ത് അമർത്തി തുടച്ചുകൊണ്ട്. വൈകിട്ടായപ്പോഴേക്കും മക്കളും മരുമക്കളുമെല്ലാം മേലേടത്തെ തറവാട്ടിൽ കൂടിയിരുന്നു. അമ്മയുടെ മനംമാറ്റം ഉള്ളിൽ അവർക്ക് സന്തോഷം ഉണ്ടാക്കിയെങ്കിലും പഴയ രീതിയിൽ അമ്മ തങ്ങളോട് ഇടപെടാത്തത് അവരിൽ ഒട്ടൊന്നുമല്ല വിഷമം നിറച്ചത്. എങ്കിലും പങ്കുവിനെയും സഹറിനെയും അവരെല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നു. ദേവകിക്കും സാവിത്രിക്കും മായയ്ക്കും ആ പെൺകുട്ടി ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തിരുന്നു. എങ്കിലും ആദ്യം മുതലേ എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടാത്ത ഗിരിജയ്ക്ക് മാത്രം അല്പം മുറുമുറുപ്പുണ്ടായിരുന്നു. അത് പക്ഷേ പതിവ് പോലെ ആരും അത്രയ്ക്കങ്ങ് കണക്കി കൂട്ടിയില്ല. ഈ കുട്ടിക്ക് പഠിത്തം പൂർത്തിയാക്കണമെങ്കിൽ അങ്ങനെയാവാം. എന്തായാലും മൂത്തവരുടെ കല്യാണം കഴിയാതെ നിങ്ങളുടെ കാര്യം എങ്ങനെയാ? പുറത്തേതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്താം എന്ന് വെച്ചാൽ ഇതിൻ്റെ അച്ഛൻ വീട്ടുകാർ വീണ്ടും ഇവനെ വന്ന് എന്തെങ്കിലും ചെയ്താലോ? ദേവരാജൻ്റെ ചോദ്യം തന്നെയായിരുന്നു എല്ലാവർക്കും പങ്കുവിനോടായി ചോദിക്കാനുണ്ടായിരുന്നത്. കാരണം സഹർ PG യിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന കാര്യങ്ങൾ കണ്ണനും പങ്കു അറിഞ്ഞ് വീട്ടിലെല്ലാവരും അറിഞ്ഞിരുന്നു. തൽക്കാലം ഈ കുട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ ഏട്ടാ. അൻവറിൻ്റെയും റഹ്മാൻ്റെയും കാര്യത്തിൽ കണ്ണൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണദാസും അവർക്ക് അനുകൂലമായി സംസാരിച്ചു. എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നാളെയാണ് നമ്മൾ തുണിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അക്കാര്യം മറക്കണ്ട. ദേവരാജൻ അതും പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുവാനായി എഴുന്നേറ്റു. പോകുന്നതിനിടയിൽ തിരിഞ്ഞു ചുമ്മുവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാട്ടാനും അയാൾ മറന്നില്ല. എല്ലാവരും പോയതും സാവിത്രി സഹറിനെയും കൂട്ടി അവരുടെ മുറിയിലേക്ക് നടന്നു. കാറൊഴിഞ്ഞ ആകാശം പോലെ എല്ലാവരുടെയും മനസ്സപ്പോൾ ശാന്തമായിരുന്നു. അതെ, തോണി ഏകദേശം കരയ്ക്കടുത്തിട്ടുണ്ട്. ആറ്റുനോറ്റ് ഞാൻ കാത്തുകാത്തിരുന്ന എൻ്റെ കല്യാണമാണ് 2 ആഴ്ച കഴിഞ്ഞാൽ. ഇനി എന്തേലും ഇങ്ങനെ കൂശാക്കള്ളി ഒപ്പിച്ചുകൊണ്ട് വന്ന് അത് മുടക്കാൻ നോക്കരുത്. എന്ത് പ്രശ്നം വന്നാലും അതല്ലേ എൻ്റെ നെഞ്ചത്തോട്ട് കൊണ്ടുവയ്ക്കുന്ന ആ പരിപാടി ദയവ് ചെയ്ത് മേലേടത്തെ വേദനാരായണി ഇനിയെങ്കിലും നിർത്തണം. ഇനി എന്തുണ്ടേലുവേ നമുക്ക് കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് പരിഹാരം കാണാന്നേ. ഉറങ്ങാനായി മുറിയിലേക്ക് പോകുവാനായി തുനിഞ്ഞ് ചുമ്മുവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് താക്കീതിൻ്റെ ശബ്ദത്തിൽ കണ്ണൻ ഒരപേക്ഷ പോലെ പറഞ്ഞു. പെണ്ണവനെ രൂക്ഷമായി ഒന്ന് നോക്കി. എന്നിട്ട് അവൻ്റെ വാക്കുകളെ ഒട്ടും ഗൗനിക്കാത്ത രീതിയിൽ അവനെയും കടന്ന് മുന്നോട്ടേക്ക് നടന്നു. പക്ഷെ പെണ്ണ് തിരിഞ്ഞു നോക്കൂ എന്ന് ഉറപ്പുള്ളതുപോലെ കണ്ണൻ അവളെ തന്നെ നോക്കി അവിടെ അങ്ങനെ നിന്നു. നാളെ തുണിയെടുക്കാൻ പോകണമെന്നാ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. കല്യാണത്തിന് സാരി മാറ്റി വല്ല ചുരിദാർ ഇടാനുള്ള വകുപ്പുണ്ടോ പോലീസിൻ്റെ കയ്യിൽ? മുന്നോട്ടേക്ക് 2 അടി നടന്നപ്പോൾ തിരിഞ്ഞു നിന്നൊട്ടൊരു ദേഷ്യത്തോടെ ചെക്കനോട് ചോദിച്ചു. എന്നിട്ട് വേഗത്തിൽ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി വാതിൽ കൊട്ടിയടച്ചു. ഈ പെണ്ണ് ഒരിക്കലും നന്നാവില്ല. വീണ്ടും 1-2 നിമിഷങ്ങളെടുത്തു അവളുടെ സംസാരത്തിൻ്റെ പൊരുള് കണ്ണന് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി. ഉറങ്ങുവാൻ സ്വന്തം മുറിയിലേക്ക് കയറിയ കണ്ണൻ്റെ ചുണ്ടിൽ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ നിറപുഞ്ചിരിയായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാം കേട്ടോ. ഇടയ്ക്ക് എന്നും സ്റ്റോറി ഇട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും കാരണം സ്റ്റോറി ഇടയ്ക്കൊന്നും ഇടാൻ എനിക്ക് പറ്റാതായി വന്നിട്ടുണ്ട്. ആരും എന്നെ ഒന്നും വഴക്ക് പറയല് കേട്ടോ. പ്ലീസ്, ഞാൻ നന്നായിക്കോളാം.